ഹല്ലേലൂയ. ജീവൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും താവളം സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ സജ്ജമാക്കുന്ന മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ പവിത്ര നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം എന്നതിനെക്കുറിച്ചാണ്. ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 12-ാം തിരുലിഖിതം. എൻ്റെ സഹോദരരെ, നിങ്ങളിലാരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ ഈ മണിക്കൂർ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ മണിക്കൂറാണ്. ദൈവം ശക്തമായി അനേകായിരം ജീവിതങ്ങളിൽ ഇടപെടാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മണിക്കൂറുകളിലേക്കാണ് ഞാനും നിങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ഏലിയാമ്മ. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കുടുംബാംഗങ്ങളും ഈ ടെലിവിഷൻ പ്രോഗ്രാം മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ്. ഞങ്ങളുടെ കുടുംബം ആദ്യം ഗൾഫിലായിരുന്നു. എൻ്റെ ഭർത്താവിന് അവിടെ എയർപോർട്ടിലായിരുന്നു ജോലി. നാട്ടിലുള്ള ഇന്ത്യയിലുള്ള ഒരു എയർപോർട്ടിൽ സെലക്ഷൻ കിട്ടിയതനുസരിച്ച് ഞങ്ങൾ അവിടെ ജോലി രാജിവെച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞാണ് അവർ പറയുന്നത് അവർക്ക് ഗവൺമെൻറ് സാങ്ഷൻ കിട്ടിയിട്ടില്ല, അത് കാരണം ഇപ്പോൾ ഇവിടെ സ്റ്റാഫിനെ നിയമിക്കുക സാധ്യമല്ല എന്ന്. എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ വിഷമമായി. ഉണ്ടായിരുന്ന ജോലി പോയി, പുതിയ ജോലി കിട്ടുന്നുമില്ല. ഹസ്ബൻഡിൻ്റെ റെസ്യൂം പല സ്ഥലത്തേക്കും അയച്ചു കൊടുത്തു, എന്നാൽ ഒരു സ്ഥലത്തു നിന്നും ജോലിക്ക് വിളിക്കുന്നില്ല, ഒരു മറുപടി പോലും അവർ അയക്കുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ കുടുംബം മാനസികമായി വളരെ ക്ലേശിച്ചു. ആ കാലഘട്ടത്തിലാണ് അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുന്ന വചന ശുശ്രൂഷ പരിചയപ്പെട്ടത്. ഞങ്ങൾ മുടങ്ങാതെ എല്ലാ ആഴ്ചകളിലും ഈ വചന ശുശ്രൂഷ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചു. ഓരോ ആഴ്ച കഴിയുന്തോറും ഞങ്ങളുടെ കുടുംബം ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. ഒരാഴ്ച ടെലിവിഷനിലെ വചന ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ കരഞ്ഞു നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ജോലി തടസ്സങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ, ജോലി കിട്ടിയാൽ ഞങ്ങൾ എഴുതി സാക്ഷ്യം അറിയിക്കാം എന്ന് നേർച്ച നേർന്നു. അന്ന് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവ് വെറുതെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ജോബ് വേക്കൻസി വല്ലതും ഉണ്ടോ എന്ന് ഇൻ്റർനെറ്റിൽ പരിശോധിച്ച് നോക്കി. അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒരു ജോലിയുടെ ഒഴിവുള്ളതായി കണ്ടെത്തി. അധികം പ്രതീക്ഷയൊന്നും ഇല്ലാതെ വെറുതെ അപ്ലൈ ചെയ്തു. 3-ൻ്റെ അന്ന് തന്നെ ഇൻ്റർവ്യൂവിന് കോൾ വന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അവർക്ക് ഹസ്ബൻഡിനെ വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ഓഫീസർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്തതെങ്കിലും എൻ്റെ ഈശോ മാനേജർ പോസ്റ്റ് കൊടുത്ത് എൻ്റെ ഭർത്താവിന് ജോലി നൽകി അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്കുക, മാസങ്ങളോളം ജോലിയില്ലാതെ പല സ്ഥലത്തേക്കും ബയോഡാറ്റ അയച്ചു കൊടുത്തു, റെസ്യൂം അയച്ചു കൊടുത്തു, എന്നാൽ ഒരു മറുപടി പോലും ഇല്ലാതെ അങ്ങനെ വിഷമിക്കുമ്പോഴാണ് ടെലിവിഷനിൽ വചനം കേട്ട് യേശുവിനെ ആരാധിച്ച് യേശുവിനോട് പറഞ്ഞു, എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താം, അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്താം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിനുശേഷം ഇതാ കമ്പ്യൂട്ടർ തുറന്നു നോക്കി, ഒരു വേക്കൻസി കണ്ടു, അയച്ചു. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. ഇത് ഒരു ഡ്യൂട്ടി ഓഫീസർ എന്നൊരു സ്ഥാനമാണ് ആഗ്രഹിച്ചെങ്കിലും മാനേജർ പോസ്റ്റിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ദൈവം ഇടപെട്ടതിൻ്റെ അത്ഭുതം അവർ വർണ്ണിക്കുകയാണ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് വലിയ ശക്തിയോടെ വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, അവിടുന്ന് അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ. സമുദ്രം ജലം കൊണ്ടെന്നതുപോലെ ഇപ്പോൾ അങ്ങയുടെ ദാസീദാസന്മാരെ ഉന്നതമായ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ. വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ. കരങ്ങൾ
ഉയർത്തി. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ നിന്യാനത്താ നിറയ്ക്കണമേ ദൈവമേ. നിറച്ചിടണേ. ഹൃദയം നുറുങ്ങി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ ദൈവമേ, നിന്യാനത്താ പരിശുദ്ധാത്മാവേ, നിറച്ചിടണേ. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നതമായ ആത്മാവിന് ശക്തി പ്രവഹിക്കട്ടെ കർത്താവേ. തളർന്നിരിക്കുന്നവർ ജീവൻ പ്രാപിക്കട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, പൈശാചിക പീഡകളോ പരിശുദ്ധാത്മ ശക്തിയാൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ദുർബാധകൾ, ദുർഭൂതങ്ങൾ, ദുർശക്തികൾ പരിശുദ്ധാത്മ ശക്തിയാൽ ഛിന്നഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. യേശുവേ, സ്തുതി. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 12-ാം തിരുലിഖിതം. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവീൻ. ശ്രീക ചങ്ക് പൊട്ടി പറയുകയാണ്. ഹൃദയം പെടഞ്ഞു പറയുന്നൊരു ഉപദേശമാണിത്. വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ അംഗീകരിക്കാൻ തടസ്സമാണ്. വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അംഗീകരിക്കാൻ തടസ്സപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛനിത് പറയുമ്പോൾ അച്ഛൻ്റെ ശുശ്രൂഷ ജീവിതത്തിലെ 100 അനുഭവങ്ങൾ അച്ഛൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. പ്രകടമായി അത്യുന്നത ദൈവം സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന് പ്രകടമായ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ പോലും അനേകം സഹോദരങ്ങൾ ഇത് തട്ടിപ്പാണ്, ഇത് കള്ളമാണ്, ഇത് വെറും തട്ടിപ്പാണ്, ഇങ്ങനെ പറഞ്ഞ് അതിനെ പരിഹസിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഓരോ വ്യക്തികൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത്യത്ഭുതമായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്ന അത്യുന്നതരായ ദേവദാസന്മാരെ കുറിച്ച് ചില ആളുകൾ എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയാൾ കള്ളനാണ്, അയാൾ തട്ടിപ്പുകാരനാണ്. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ഞെട്ടിപ്പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ എങ്ങനെ അയാൾ തട്ടിപ്പ്, അയാൾ കള്ളനാണ് എന്ന് പറയാൻ തോന്നും? ഞാൻ പലപ്പോഴും വേദനിച്ചിട്ടുള്ള, അത്ഭുതത്തോടെ എങ്ങനെ ഈ മനുഷ്യർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ച് ഞാൻ ഒരുപാട് ക്ലേശിച്ചിട്ടുള്ള ഒരു വിഷയമാണിത്. എങ്ങനെ പ്രത്യക്ഷമായി പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ ഇത് പിശാച് മൂലമാണ് ഇവർ ചെയ്യണത്, ഇത് തട്ടിപ്പാണ്, ഇത് കള്ളത്തരമാണ്, ഇവരും കള്ളന്മാരാണ് ഇവർ എന്ന് ഇവരെ കുറിച്ച് എങ്ങനെ പറയാൻ സാധിക്കും? അതും പറയുന്നത് നിസാരക്കാരല്ല, വെറും ഡൂക്കിലികളോ പഠിപ്പില്ലാത്തവരോ ബുദ്ധിയില്ലാത്തവരല്ല. സമൂഹത്തിൻ്റെ ഉന്നത നിലവാരങ്ങളിൽ നിൽക്കുന്നവർ, ആത്മീയ മണ്ഡലങ്ങളിൽ വിരാജിക്കുന്നവർ. എന്നെ ഒരുപാട് കുണ്ഠിതപ്പെടുത്തിയിട്ടുള്ളൊരു വിഷയമാണിത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സംഭവിക്കുന്ന പ്രകടമായ അടയാളങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൈവജനം വലിയ കൂട്ടം കൂട്ടമായി കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടുമ്പോൾ അതിനെയെല്ലാം തട്ടിപ്പെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന വലിയ പരീക്ഷകൾ ഈ ലോകത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ എളിമയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെളിപ്പെടുത്തിയതാണ്. ആത്മീയ മണ്ഡലത്തിൽ വിരാജിക്കുന്നവരാണെങ്കിലും, തിരുസഭയുടെ അത്യുന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിലും, ഓരോ തരത്തിലുള്ള ആത്മീയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളവരാണെങ്കിലും, ഓരോ തരത്തിലുള്ള മേഖലകളിൽ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരാണെങ്കിലും, ഹൃദയത്തിൽ നിന്ന്
ശിശു സഹജമായ വിശ്വാസത്തിൻ്റെ ലാളിത്യം ഇറങ്ങിപ്പോയാൽ, പടി ഇറങ്ങിപ്പോയാൽ, വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയമാണ് എന്നിൽ നിങ്ങൾ അവശേഷിക്കുകയെന്നും ഈ വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം എനിക്ക് നിങ്ങൾക്ക് വന്നാൽ അവർ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ അംഗീകരിക്കാൻ കഴിവില്ലാത്തവരായി മാറുകയും ചെയ്യും എന്ന് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ബൈബിളിൽ തന്നെയുള്ള 1-2 സംഭവങ്ങൾ എടുത്ത് വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഏറ്റവും ആദ്യമായി ഇതിനെക്കുറിച്ച് ഈശോ തന്നെ ഈശോയുടെ ഒരു വേദന രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മൾ കാണുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 52-ാം തിരുലിഖിതം. നിയമജ്ഞരേ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു, എന്നാൽ നിങ്ങളോ അകത്തു പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ഇന്ന് അനേകം ദൈവമക്കൾ തങ്ങളുടെ ജീവിതത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നിയമജ്ഞരേ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വിജ്ഞാനത്തിന് താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു, നിങ്ങളോ അകത്തു പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ നിങ്ങൾ തടയുകയും ചെയ്തു. ഇന്നൊരുപാട് പേരുടെ കമൻറ്റുകൾ, ഇന്നൊരുപാട് പേരുടെ പ്രസ്താവനകൾ, ഇന്നൊരുപാട് പേരുടെ നിലപാടുകൾ അനേകം പാവപ്പെട്ട ദൈവമക്കൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ തടസ്സമായി ഉയർന്നു നിൽക്കുകയാണ്. നിങ്ങളോ അകത്ത് പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ അതിന് അനുവദിക്കുന്നുമില്ല. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി തന്നെ നമുക്ക് ചിന്തിക്കാം. ഹൃദയം വിശ്വാസരഹിതമായി ദുഷ്ടമായി അധപതിച്ചാൽ പിന്നെ ദൈവം ഒരുക്കുന്ന എല്ലാ പദ്ധതികളും മല്ലടിക്കുന്ന ഒരു മനുഷ്യനായി അയാൾ മാറും. ഏത് സ്ഥാനത്ത് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഹൃദയത്തിൽ നിന്ന് വിശ്വാസം പടിയിറങ്ങി, ശിശുസഹജമായ ലളിതമായ ലാളിത്യമുള്ള വിശ്വാസം പടിയിറങ്ങി ആ ഹൃദയം കഠിനമായാൽ, വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയമായി മാറിയാൽ ദൈവത്തിൻ്റെ ഏത് പ്രവൃത്തികളോടും മല്ലടിക്കുന്ന ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ അയാൾ അധപതിക്കും എന്ന് സംശയമില്ലാത്ത സംഗതിയാണ്. നമ്മൾ ആദ്യം ഇത് പരിശോധിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 28-ാമത്തെ അധ്യായത്തിലെ ഒരു സംഭവം എടുത്തുകൊണ്ടാണ്. യേശുവിൻ്റെ ജീവിതകാലത്ത് യേശു നിരവധി തവണ പ്രഖ്യാപിച്ചു, ഞാൻ മരിച്ചതിന് ശേഷം പുനരുദ്ധാനം ചെയ്യും, ഞാൻ മരിച്ചതിന് ശേഷം ഉയർക്കും, ഞാൻ ഉയർത്തു കഴിഞ്ഞ് എന്നിലേക്ക് എല്ലാവരും ആകർഷിക്കും, ഞാൻ മരിച്ചതിന് ശേഷം ഉയർക്കും. യേശു ഒരുപാട് തവണ പ്രബോധനം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം യേശു യഹൂദന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ കൊല്ലുകയും കല്ലറയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൽ 11 മുതൽ 15 വരെ വാക്യങ്ങൾ. അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്? യേശു അരുളി ചെയ്തിരുന്നത് പോലെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതിന് കാവൽ നിർത്തിയിരുന്ന പട്ടാളക്കാർ പട്ടണത്തിൽ ഓടിച്ചെന്ന് വിവരം അറിയിച്ചു. അതാണ് 28:11. അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിലേക്ക് ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു. അവരും പ്രമാണികളും കൂടി ആലോചിച്ചതിന് ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവീൻ. ചിന്തിച്ചു നോക്ക്, ദൈവത്തിന് ശക്തമായൊരു പ്രവൃത്തി. ഉന്നതത്തിൽ നിന്ന് ശക്തി ഇറങ്ങി കല്ലറയുടെ ആ കല്ല് ഉരുട്ടി മാറ്റി. ഇതാ യേശു ഉദയസൂര്യനെ പോലെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഇതാ പടയാളികൾ കണ്ടു, പരിസരത്തുള്ളവർ കണ്ടു, ദൈവദൂതന്മാർ ഇറങ്ങി വരുന്ന കയറി പോകുന്നവർ കണ്ടു. ഇതിനെല്ലാവരും സാക്ഷികളാണ്. ഇത്രയും ശക്തമായി സ്വർഗ്ഗം ഇടപെട്ടു. ഭൂമിയിൽ ഇതിനു മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത വിധം പ്രകടമായ അടയാളങ്ങളോടുകൂടെ ഇതാ മരിച്ച ഒരു വ്യക്തി ഉയർത്തെഴുന്നേൽക്കുകയാണ്. കൺകൊണ്ട് കണ്ട് വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവം ഒരു അടയാളം അവർക്ക് കൊടുക്കുകയാണ്. എന്നാൽ അവർക്ക് എന്താ തോന്നിയത്? ഇതിനോട് മല്ലടിക്കാൻ തോന്നി, ഇതിനെ എതിർക്കാൻ തോന്നുകയാണ്. അവർ ആ പടയാളികൾക്ക്, ആ പ്രധാന പുരോഹിതന്മാർ ആ പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് നിങ്ങൾ പറയണം. പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്ന ഒരു ജനത്തെയല്ലേ ഇവിടെ നമ്മൾ കാണുന്നത്? അത് നിസ്സാരക്കാരാണോ? പ്രധാന പുരോഹിതന്മാരും പഠിപ്പുള്ളവരും അധികാര സ്ഥാനങ്ങളുള്ളവരും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നവര്. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സമയത്ത് പോലും അതിനെ അംഗീകരിക്കാതെ അതിനോട് മല്ലടിക്കുന്ന ഒരു ജനത. ഇത് മറ്റൊരു രംഗം അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 2-ാം അധ്യായം 13-ാം വാക്യം. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അത്യത്ഭുതമായ ഒരു ഇടപെടലിന് ശേഷമുള്ള രംഗമാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ.
സ്ലീഹന്മാരെല്ലാം ഒരു മുറിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഒരു സ്വരം ആകാശത്തു നിന്നുണ്ടായി. അഗ്നിജ്വാലകൾ പോലെ നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ പൂരിതരായി. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സ്ലീഹന്മാർ എഴുന്നേറ്റ് നിന്ന് പ്രഭാഷണം ആരംഭിച്ചു. അപ്പോൾ ജനം ആരവം കേട്ട സ്ഥലത്ത് ജനമെല്ലാം ഒരുമിച്ച് കൂടി. എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുകയാണ്. അവർ പറയുകയാണ്, ഇവരെല്ലാം ഗലീലയിലല്ലേ? നമ്മളെല്ലാം നമ്മളെ ഓരോരുത്തരുടെ മാതൃഭാഷകൾ എങ്ങനെ ശ്രവിക്കുന്നു? ഇത് വലിയ അത്ഭുതം. വലിയ അത്ഭുതവും വിസ്മയം ഉണ്ടായി. ആളുകളെല്ലാം തമ്മിൽ അത്ഭുതം കൂറി നോക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ വലിയ ശക്തി എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിച്ച് ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അത്ഭുതം കൂറി നോക്കുമ്പോൾ ഇതാ അവിടെയും ഒരു കൂട്ടം ആളുകളെ നമ്മൾ കാണുകയാണ്. അതാണ് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 13-ാം തിരുലിഖിതം. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. ചിന്തിച്ചു നോക്ക്. ഇത്ര പ്രകടമായി സകലർക്കും ഗ്രഹിക്കാവുന്ന വിധം കൊടുങ്കാറ്റടിക്കുന്ന ആരവമുണ്ടായി. വലിയ ആരവങ്ങളോടെ, ഭീകരമായ ആരവങ്ങളോടെ, പ്രകടമായ അടയാളങ്ങളോടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവിടെ അഗ്നിജ്വാലകൾ പോലെ നാവ് കൊണ്ട് നിറഞ്ഞു. ആ നിസ്സഹായ മനുഷ്യര്, ആ ഗലീലിയക്കാര്, വലിയ വലിയ കോളേജിലോ വലിയ PhD വലിയ ഭാഷാപരിജ്ഞാനമോ ഇല്ലാത്തവര്, ആ വെറും മുക്കുവര് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് വന്നവർ അവരവരുടെ ഭാഷയിൽ അവരവരത് കേൾക്കുകയാണ്. ഇത്രയും പ്രകടമായ അത്ഭുതം ചെയ്തപ്പോഴും ചില കുരുട്ടുബുദ്ധികൾ അവിടെ നിൽക്കുകയാണ്. അവര് പറയുകയാണ്, മറ്റു ചിലർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവർ പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ്. പരിഹാസം, താറടിച്ച് കാണിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് മല്ലടിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയോട് മല്ലടിക്കുക, താറടിച്ച് കാണിക്കുക. ഇത് തന്നെയല്ലേ ഇന്ന് നടക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ജനത്തെ ഒരുമിച്ച് കൂട്ടുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് കാലഘട്ടത്തിന് അടയാളങ്ങൾ കൊടുക്കുമ്പോൾ അതിന് പുറംതിരിഞ്ഞു നിന്ന് എന്തെങ്കിലും പരിഹാസ വാക്കുകൾ തൊടുത്തു വിടുക, അതിന് പുറംതിരിഞ്ഞു നിന്ന് എന്തെങ്കിലും തട്ടുത്തരം പറയുക, അതൊരു വലിയ മേന്മയാണെന്ന് ഭാവിക്കരുത്, അതൊരു വലിയ മാഹാത്മ്യമാണെന്ന് ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ അംഗീകരിക്കാൻ പറ്റാത്ത വിധം തങ്ങളുടെ ഹൃദയം ദുഷ്ടഹൃദയമായി തീർന്നിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങൾ പരിശോധിച്ച് നോക്കണം. എന്താണ് ഇങ്ങനെ ഒരു കൂട്ടം ജനത്തിന് ദൈവം ശക്തമായി ഇടപെടുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കാൻ തോന്നുന്നത് എന്നതിനെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ 51-52 വാക്യങ്ങളിൽ തീഷ്ണമതിയായ എസ്തപ്പാനോസിന്റെ അധരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. എസ്തപ്പാനോസ് വീരോചിതമായി രക്തസാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോഴും കണ്ണു തുറക്കാൻ പറ്റാത്ത വിധം കുരുടിപ്പാമ്പിനെ പോലെ കുരുടായി തീർന്ന ചില ആളുകൾ ചുറ്റും നിന്ന് പരിശുദ്ധാത്മാവിനെ എതിർക്കുകയാണ്. എന്താണ് അവരുടെ ആ സ്വഭാവത്തിന് കാരണമെന്ന് പരിശുദ്ധാത്മാവ് എസ്തപ്പാനോസിലൂടെ വെളിപ്പെടുത്തുന്ന ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 51-52 തിരുലിഖിതങ്ങൾ. മർക്കടമുഷ്ടികളെ, ഹൃദയത്തിലും കാതിലും അപരിച്ഛേദിതരെ, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തവരായി? നീതിമാനായവന്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തിയില്ലേ? നിങ്ങൾ അവനെ ഒറ്റിക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും. ഇതാണ് പരിശുദ്ധാത്മാവ് ആ ജനത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ളവരുടെ ദുർഗതി എന്താണ്? ഞാനും നിങ്ങൾ ഇങ്ങനെ മല്ലടിക്കുന്നൊരു മകനും മകളുമായി മാറിയാൽ, മർക്കടമുഷ്ടി സ്വഭാവം പിടിച്ച് എൻ്റെ പാവം ഉപേക്ഷിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട്, എൻ്റെ വഴികൾ ഉപേക്ഷിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട്, ജീവിക്കുന്ന ദൈവം വെളിപ്പെടുത്തുന്ന വഴികളോടും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വഴികൾ വെളിപ്പെടുത്തുന്ന ദൈവദൂതന്മാരോടും ദൈവത്തിൻ്റെ ദാസന്മാരോടും മല്ലടിച്ചുകൊണ്ട് പുറംതിരിഞ്ഞൊരു ജീവിതമാണ് ഞാനും നിങ്ങൾ നയിക്കുന്നതെങ്കിൽ വരാനിരിക്കുന്ന ദുർഗതി എന്ത് എന്ന് ഹെബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 16-17 തിരുലിഖിതങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ? മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവർ? അവരുമായല്ലേ അവർ 40 സംവത്സരം മല്ലടിച്ചത്? അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിബന്ധിച്ചത്? അവരുടെ ശരീരങ്ങൾ പാപം മൂലം മരുഭൂമിയിൽ നിബന്ധിച്ചു. പ്രിയ ദൈവ പൈതലേ, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സാത്താൻ വലിയൊരു കൗശലം പ്രയോഗിച്ചിരിക്കുകയാണ്. സാത്താൻ വലിയൊരു കുതന്ത്രം ഒരുക്കിയിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും നിത്യരക്ഷ നൽകാൻ ആഗ്രഹിക്കുന്ന ജീവിക്കുന്ന ദൈവം
എൻ്റെയും നിങ്ങളുടെയും ജീവിതകാലത്ത് ശക്തമായ പ്രവൃത്തികളിലൂടെയും ശക്തമായ അടയാളങ്ങളിലൂടെയും ഏതെങ്കിലും ദൈവദാസന്മാരിലൂടെ പ്രവർത്തിക്കുമ്പോൾ അവരെ എതിർക്കാൻ തോന്നുക, അവർ കള്ളന്മാരാണ് തോന്നുക, അവർ തട്ടിപ്പുകാരാണ് തോന്നുക, യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ വെറും തട്ടിപ്പാണെന്ന് ചിന്തിക്കുക. ഇങ്ങനെ അവരെക്കുറിച്ച് ഇകഴ്ത്തി പറഞ്ഞും അവരെക്കുറിച്ച് പുറംതിരിഞ്ഞ് നടന്നും അവരെക്കുറിച്ച് കമൻറ്റ് പറഞ്ഞും അവരെ പരിഹസിച്ചും ഞാനും നിങ്ങൾ നടക്കുമ്പോൾ ഒരു കാര്യം ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നിത്യരക്ഷയുടെ അത്ഭുതമായ ഇടപെടലുകൾക്ക് പുറംതിരിഞ്ഞാണ് ഞാനും നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഹൃദയത്തിലും കാതിലും അവർ ചെയ്തതിരെ മർക്കടമുഷ്ടികളെ, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു എന്നെയും നിങ്ങളെയും കുറിച്ച് പറയാതിരിക്കാൻ ഞാനും നിങ്ങളും ആത്മാവിൽ എളിമയും ഹൃദയത്തിൽ അനുതാപം ഉണ്ടായിരിക്കുകയും അവിടുത്തെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്ന ഒരു ജീവിത രീതിയിലേക്ക് പിന്തിരിയണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷങ്ങളിൽ സാത്താൻ ഒരുക്കിയിരിക്കുന്ന എല്ലാ കൗശലങ്ങളും നമ്മുടെ ആത്മാവിൻ്റെ നിത്യതയ്ക്ക് തടസ്സമായി നമ്മുടെ ആത്മീയ നേത്രങ്ങളെ കുരുടാക്കി ദൈവത്തിൻ്റെ വഴികളോട് മല്ലടിക്കാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ ദുർബോധങ്ങളെയും ദുഷ്ടാത്മാക്കളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഒരു വിടുതലിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. രണ്ട് കരങ്ങളെല്ലാവരും ദൈവസന്നിധിക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. ഓ ദൈവമേ, ദൈവരാജ്യത്തിനെതിരായി മല്ലടിക്കുന്ന എല്ലാ അരൂപികളെയും ശക്തികളെയും സ്വാധീനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ദുരാത്മാക്കളെ വിട്ടുപോവുക. സാത്താന്യ ശക്തികളെ എതിർക്കണം, നാം എതിർക്കണം സാത്താന്യ ശക്തികളെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ യേശുനാമത്തിൽ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാവാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. എതിർപ്പിന്റെ അവിശ്വാസത്തിന്റെ ചിന്തകളെ, എതിർപ്പിന്റെ അവിശ്വാസത്തിന്റെ നിഷേധ ചിന്തകളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാം. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാം. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, യേശുനാമത്തിൽ തകരട്ടെ. യേശുവിൻ ജയക്കൊടി, അന്ധകാര പീഡകൾ തകരട്ടെ. വാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ. കോട്ടകൾ വീരട്ടെ യേശുവിൻ ജയക്കൊടി. വാളെടുത്തെതിർക്കുവിൻ അത്ഭുതങ്ങളുടെ രാജാവേ, യേശുവിൻ നാമത്തിനാ, യേശുവിൻ നാമത്തിനാ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അത്യത്ഭുത നാമത്തിൽ, യേശുവിന്റെ അഗ്നി സദൃശമായ നാമത്തിൽ, ഇടിമിന്നൽ പോലെ യേശു നാമത്തിൽ സാത്താനും അവരുടെ ആധിപത്യങ്ങളും ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഛിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 51-ാം തിരുലിഖിതം. മർക്കടമുഷ്ടികളെ, ഹൃദയത്തിലും കാതിലും അപരിചിതരെ, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു.
സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ, സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ, നിത്യസ്തുതിക്കേറ്റം യോഗ്യനേ, നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലേറിയും സ്നേഹമേ, ആരാധന സ്തുതി സ്തോത്രം. ജ്ഞാനത്തിന്റെ പുസ്തകം 15-ാം അധ്യായം 2 മുതലുള്ള തിരുലിഖിതങ്ങൾ. കർത്താവേ, അങ്ങയെ അറിയുന്നതാണ് അറിവിന്റെ പൂർണ്ണത. 2 കരങ്ങളും ഈശോയിലേക്ക് ഉയർത്തി ജ്ഞാനത്താൽ നിറയ്ക്കണമേ. സമുദ്രം ജലം കൊണ്ടെന്നതുപോലെ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് ദൈവമേ നിറയ്ക്കണമേ. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ നിന്യാനത്താ നിറച്ചിടണേ, നിറച്ചിടണേ. എല്ലാവരും ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ നിന്യാനത്താ നിറച്ചിടണേ, നിറച്ചിടണേ. നിന്യാനത്താ നിറച്ചിടണേ, നിറച്ചിടണേ.